നമസ്കാരം, ആരാമനാണേ. ഇപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്, അവിടെ എയർപോർട്ടിലാണ്. എയർപോർട്ടിൻ്റെ ആ ഒരു എയർപോർട്ട് റോഡിലാണ് നിൽക്കുന്നത്. കുറച്ച് നാളായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു. എന്നാലും നിങ്ങളെല്ലാവരുടെയും സ്നേഹം കമൻറ്റ് ബോക്സിലൂടെ തെറിയായിട്ടും അല്ലാതെയും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നാൾ നാട്ടിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. വന്നതെന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസമായി വന്നിട്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പനി, തൊണ്ടവേദന, ചുമ, കൊല, പനി എന്ന് പറഞ്ഞ പോലെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളല്ലായിരുന്നു. പിന്നെ ട്രിപ്പുകളൊക്കെ പൊതുവേ കുറവായിരുന്നു. ഇപ്പോൾ ഈ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് ട്രിപ്പുകളൊക്കെ പൊതുവേ കുറവാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും പൊതുവേ കുറവാണ്. ഞാൻ എല്ലാ ഡ്രൈവേഴ്സും ട്രിപ്പുകളുണ്ടോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാണുമ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ പൊതുവേ ട്രിപ്പുകളൊക്കെ കുറവാണ്. ഇപ്പോൾ പാക്കേജൊക്കെ അടുത്ത മാസം തൊട്ടല്ലേ ഇതാവുള്ളൂ. അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുകളിലൊക്കെയാണ്. ഞാനിവിടെ ഇന്ന് 1 മണി ഒക്കെ ആയ സമയത്ത്, 1 മണിക്കൊക്കെ മുമ്പ് ആ ഒരു സമയത്ത് 12-1 മണി ആ സമയത്ത് വന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ട്രിപ്പുകളൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല എയർപോർട്ടിൽ നിന്ന്. അപ്പം ഇവിടെ ഇപ്പം ബാക്കിലേക്കും അങ്ങോട്ടേക്കും ഫുള്ള് വണ്ടികളാണ് കിടക്കുന്നത്. ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ട്. ക്യൂവിലിപ്പോൾ കുറച്ച് കുറഞ്ഞു തോന്നുന്നു വണ്ടികൾ, കാരണം ഒത്തിരി ആളുകൾ വീട്ടിൽ പോയി. ഞാൻ ആ മുമ്പ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒത്തിരി ആളുകൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവരെല്ലാം പോവാ, ടാറ്റ ബൈ ബൈ വയ്യെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ചൂടുമായിരുന്നു. ഇപ്പോൾ എന്തായാലും കൊച്ചിയിലേക്കുണ്ടെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എയർപോർട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. കാണിച്ചാലും ഈ സൈഡൊക്കെ നമുക്ക് മഴ കാണാം. റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ടോ. വണ്ടി നമ്മുടെ പഴയ ഡിസയർ തന്നെ കേട്ടോ. ഞാൻ ഇതൊക്കെ മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. വണ്ടിക്കത് ഇരിക്കാൻ വയ്യാത്ത രീതിയിൽ ചൂടായിരുന്നു. അപ്പം ഇപ്പോഴൊരു ചെറിയ ആശ്വാസം കിട്ടി. കാരണം ഈ മഴയൊന്നും പെയ്തപ്പോൾ വണ്ടിക്ക് ആ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടില്ല, എന്നാൽ പോലും ചൂടിൻ്റെ ഒരു വണ്ടിയിലേക്ക് തട്ടുന്ന വെയിലിൻ്റെ ഒരു വ്യാപ്തി കുറഞ്ഞുകൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഒരു ചായ കുടിച്ചു, അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. ട്രിപ്പുകളിന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പം ഭയങ്കര മോശമായിരുന്നു. രാവിലെ ആണെങ്കിലും ട്രിപ്പുകൾ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരുന്ന ട്രിപ്പൊക്കെ പെറുക്കി ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാ ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഈ ഒരു 2 മാസത്തേക്ക് ഭയങ്കര മോശമായിരിക്കും, പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം. എന്തായാലും മഴയൊക്കെ ആസ്വദിച്ചിട്ട് ചായ കുടിച്ചിങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ല. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു ഇന്നോവ പെർമിറ്റ് വണ്ടിയാണ്. അതിൻ്റെ പുറകിലൊരു ആൾട്ടോ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊരു സെലേറിയ ഉണ്ട്. അതുപോലെ ആ കിടക്കുന്ന വണ്ടികളെല്ലാം, ആ കിടക്കുന്ന ഒരു സ്വിഫ്റ്റ് ഡിസയറാണ്. ഞാൻ നിരക്ക് അങ്ങനെ അങ്ങോട്ടും ഉണ്ട്. നമ്മുടെ ഈ ബാക്കിലോട്ട് ഈ കിടക്കുന്നത് പെർമിറ്റ് വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് ഇനി അങ്ങനെ നിരന്ന് കിടപ്പുണ്ട് വണ്ടികൾ. പക്ഷേ അതിനൊന്നും ഉള്ള ട്രിപ്പുകളില്ല. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. 7 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് ഇപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. അപ്പം അത് പ്രതീക്ഷിച്ച് എല്ലാവരും കിടക്കുന്നത്. അതിൽ ആർക്കൊക്കെ ട്രിപ്പ് അടിക്കും, ആർക്കൊക്കെ അടിക്കില്ല എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും തിരിച്ച് പത്തനംതിട്ടയിലേക്ക് ആ സൈഡിലേക്ക് പോകണമെന്നുണ്ട്. എങ്ങനെ അറിയത്തില്ല. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞായറാഴ്ചയാണ്, വൈകുന്നേരം ആയതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പയ്യെ ഈ ഒരു ഭാഗം, ആ ഒരു എടപ്പള്ളി എത്താത്ത രീതിയിലുള്ള ഒരു ഭാഗമൊക്കെ കിടക്കുകയാണ് ഉപകാരം, നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കിടക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പിന്നെ പ്രത്യേകം ഞാൻ പറയണമെന്ന് ഓർത്താണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. പത്തരിപ്പാലം പമ്പ് വെച്ചാണ് കണ്ടത്. അപ്പോൾ ആൾ വണ്ടി CNG അടിക്കാൻ നിൽക്കുകയായിരുന്നു. ആൾ CNG അടിക്കാൻ വണ്ടി കയറ്റിയിട്ടിട്ട്, എനിക്ക് തോന്നുന്നു മലപ്പുറം ആണെന്ന് തോന്നുന്നു ആളുടെ സ്ഥലം പറഞ്ഞത്. ആൾ വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, നല്ല വീഡിയോസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ആളുടെ പേര് പറഞ്ഞ് ഞാൻ വിട്ടുപോയി. ആൾ വണ്ടി കയറ്റി CNG അടി കയറ്റിയിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പോകുന്ന പെട്ടെന്ന് വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ വളരെ സന്തോഷം. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാൻ വളരെ സന്തോഷം. ഇനിയിപ്പോൾ കുറച്ച് നാളും അതിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഫ്ലോ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് നാൾ വീഡിയോ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു നമ്മുടെ അക്കൗണ്ടിലും എല്ലാം അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്ന് നമുക്ക് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒന്ന് അറിയിക്കാനായിട്ടാണ് നമ്മൾ വീഡിയോ ഇന്നിപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ കിടക്കുക, ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ എടുക്കുക, പോവുക. ഇല്ലെങ്കിൽ കയറി കാലി പോകേണ്ട വരും. കുറച്ചൊക്കെ അങ്ങോട്ട് ദേശം ആ സൈഡിലേക്ക് വല്ല മാറി കിടക്കേണ്ട വരും. നല്ല ഇടിമുഴക്കവും നല്ല മിന്നലും ഉണ്ട്. പക്ഷേ മഴ അതിനനുസരിച്ച് പെയ്യുന്നില്ല കേട്ടോ. മഴ ഇങ്ങനെ ഒന്ന് പെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം മണ്ണിലേക്ക് ഇച്ചിരി നന്നായിട്ട് വെള്ളം ഇറങ്ങും. പെട്ടെന്ന് പോകുന്നവരല്ല. ഇപ്പോൾ ഇച്ചിരി ഇതാവും. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, അതിൻ്റേതായ നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആ ചോറുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ വന്ന് കിടന്നത്. അപ്പോൾ നമ്മൾ ആ മുമ്പ് ഇവിടെ വരുമ്പോൾ കയറിക്കൊണ്ടിരുന്ന അവിടുത്തെ ആ ഹോട്ടൽ, അത് ഈ അടുത്തിടയ്ക്ക് ഞാൻ വന്നപ്പോഴാട്ടോ കാണുന്നത്.
ഞാനത് നാട്ടിലായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ട്രിപ്പ് എടുത്ത് വന്നപ്പോഴാണ് കാണുന്നത്. അത് അടച്ചു. അത് അവർ വേറെ ആർക്കും ആ റെസ്റ്റോറൻറ്റ് വിറ്റു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നിലവിൽ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ട്രിപ്പ് എടുത്ത് ആ സൈഡിലേക്ക് കൂടെ എവിടെയെങ്കിലും പോയിട്ട് വേണം നമ്മൾ കയറാറുള്ള ഏതെങ്കിലും കടയിൽ കയറി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്, കണ്ണ് കാണാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് ആ വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ വണ്ടിക്കാർ ഈ നിരക്കി കിടക്കുന്നിട്ടെല്ലാം അനുഭവിക്കുകയാണ്. കുറച്ച് നേരം AC ഓണാക്കിയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഓണാക്കിയിട്ട് കുറച്ച് വണ്ടി നടക്കുമ്പോൾ ഓഫ് ചെയ്യും. പിന്നെ ഈ ഫാൻ ഓണാക്കിയിടും. അത് കഴിഞ്ഞ് പുറത്തോട്ട് നടക്കും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ചൂടാട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്കറിയാം, നമ്മുടെ മുഖമെല്ലാം ഇങ്ങനെ ചുളുങ്ങി ഇതാകുന്ന പോലെ ഫ്രൈ ആകുന്ന കണക്കുള്ള ഫെയിലാണ് നൽകിയത്. അപ്പം അതിനൊരു ചെറിയ ശമനം കിട്ടുമെന്ന് തോന്നുന്നു. ഇന്നെന്തായാലും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാണ്ട് കിടന്നുറങ്ങാം ഈ ഭാഗത്തുള്ളവർക്ക്. ഇപ്പം ഞാൻ ഇന്ന് ട്രിപ്പ് എടുത്ത് വന്നത് പനമ്പള്ളി സൈഡിൽ നിന്നായിരുന്നു. പനമ്പള്ളിയിൽ അടിപൊളി മഴ പെയ്ത്, ഇതുപോലല്ല തൂളുമല്ലായിരുന്നു, നല്ല അടിപൊളി മഴ പെയ്തത്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇന്നിപ്പം ഒരു വെള്ളം മേടിച്ചിട്ട് കയറുന്നത്, ഈ വെള്ളം ഈ പരുവായി തീർന്നു. കാരണം ഇരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വേർക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാം. നിങ്ങൾ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും അതേപോലെ അവിടെ കിടപ്പുണ്ട്. ഞാനും കുറച്ച് നാളായിട്ട് ഇപ്പം റീൽസ് കാണാനല്ലാതെ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം എൻ്റെ തടി ഒന്ന് പൊടി തട്ടി എടുക്കണം. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഉറപ്പായിട്ടും കാണാം.